വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. പിന്നെ ഇന്നത്തെ റെസിപ്പി ഇഞ്ചിക്കറി ആയാലും നമ്മൾ സ്ഥിരം വെക്കലിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിക്കാണ് ഇന്ന് ഇഞ്ചിക്കറി തയ്യാറാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്ന് വഴിയെ പറയാം. നമുക്ക് വീട്ടിലോട്ട് പോകാം. ആദ്യം സ്റ്റൗ ഓൺ ചെയ്ത് പാൻ അടുപ്പത്ത് വയ്ക്കുക. പാൻ ചൂടായി വന്നതിന് ശേഷം കുറച്ച് മാത്രം എണ്ണ ഒഴിക്കുക. വളരെ കുറച്ച് മതി കേട്ടോ. കുറച്ച് എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായി വന്നതിന് ശേഷം നമ്മളെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ ഇഞ്ചി നമ്മളിവിടെ ചേർക്കുന്നത് ഇഞ്ചി ചെറുതായി കട്ട് ചെയ്ത് വെയിലത്ത് വെച്ച് ഉണക്കിയതാണ്. അതാണ് നമ്മളിവിടെ ചേർക്കുന്നത്. അത് എണ്ണയിലിട്ട് വെയിലത്ത് വെച്ച് ഉണക്കിയതുകൊണ്ട് കുറച്ച് മാത്രം വഴറ്റിയാൽ മതി. അപ്പോഴത്തേക്കും വറുത്തെടുക്കാം. നമുക്ക് ഒരു മിനിറ്റ് മതി നമുക്ക് വറുത്തെടുക്കാനായിട്ട്. അപ്പം ഇഞ്ചി വറുത്തെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഒരു പാത്രത്തിലോട്ട് മാറ്റാം. എണ്ണയില്ലാതെ വേണം എടുക്കാൻ കേട്ടോ. നമുക്കിനി ഇത് ചൂട് മാറാനായിട്ട് മാറ്റി വയ്ക്കണം. ചൂട് മാറിയതിന് ശേഷം മിക്സിയിലോട്ട് ജാറിലോട്ടിട്ട് ഇതൊന്ന് അടിച്ചെടുക്കണം. വെള്ളം ഒഴിക്കരുത്. വെള്ളം ഒഴിക്കാതെ തന്നെ മിക്സിയിൽ നല്ലവണ്ണം പൊടിച്ചെടുക്കുക. പൊടിച്ച് വന്നിട്ടുണ്ട്. ഇതുപോലെ കിട്ടണം. ഇതാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് സ്റ്റൗ ഓൺ ചെയ്ത് നമ്മൾ നേരത്തെ ഇഞ്ചി വറുത്തില്ലേ, അതേ എണ്ണ തന്നെ മതി. അത് തന്നെ എടുത്ത് വെച്ച് ഒന്ന് ചൂടാക്കുക. ചൂടായി വന്നതിന് ശേഷം കുറച്ച് കടുക് പൊട്ടിയതിന് ശേഷം 2 വറ്റൽമുളക്, അത് മൂത്തതിന് ശേഷം കറിവേപ്പില, പിന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 5 അല്ലി വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തത്, 5 കൊച്ചുള്ളി ചെറുതായി അരിഞ്ഞത്, ഇതെല്ലാം ഇട്ട് ഒന്ന് വഴറ്റി വരിക. ബ്രൗൺ കളറാവുന്ന രീതി വരെ വഴറ്റുക. നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. അതിലേക്ക് നമുക്കിനി പൊടികൾ ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഉലുവപ്പൊടി. ഇതെല്ലാം ഒന്ന് ചേർത്ത് പച്ചമണം മാറുന്ന വരെ വഴറ്റുക. ശേഷം നമ്മൾ പൊടിച്ചു വച്ചിരിക്കുന്ന ഇഞ്ചി ഇവിടെ ചേർത്ത് കുറച്ച് പുളിവെള്ളം കൂടെ ആഡ് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള പുളിവെള്ളം കൂടെ ആഡ് ചെയ്ത് മിക്സിയിൽ കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്ത് അതും കൂടി അതിനകത്ത് ഒഴിച്ച് ഉപ്പ് കൂടെ ചേർത്ത് ഇളക്കി തിളപ്പിച്ചെടുക്കുക. തിള വന്നതിന് ശേഷം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പുണ്ടെന്നൊക്കെ നോക്കി അതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്ത് നമുക്ക് സെർവ് ചെയ്യാം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഇഞ്ചിക്കറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കമൻറ്റ് സെക്ഷനിൽ അറിയിക്കണം.